വെൽക്കം ടു ഷംന എഡുസോൺ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 9ാം ക്ലാസ്സിന്റെ പക്ഷി ഓർ ദീമക് എന്ന പാഠഭാഗത്തിന്റെ 2ാമത്തെ ഭാഗമാണ്. ആരാണ് പക്ഷി ഓർ ദീമക് എന്ന കഥ എഴുതിയത്? ഗജാനൻ മാധവ് മുക്തിബോധാണ് പക്ഷി ഓർ ദീമക് എന്ന കഥ എഴുതിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കുറച്ച് കാര്യങ്ങൾ അല്ലെ. ഇതിന്റെ ഫസ്റ്റ് ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് റിവേഴ്സ് ചെയ്ത് നോക്കാം. ഇതിലൊരു യുവാവായ പക്ഷിയുണ്ടായിരുന്നു. അത് നീലാകാശത്തിലൂടെ വളരെ ഉയരത്തിലൂടെ പറക്കുന്ന ഒരു പക്ഷിയായിരുന്നു. ആ പക്ഷിക്ക് എന്താണ്, വിദൂരതയുള്ള ദൂരെയുള്ള വളരെ നേർത്ത ശബ്ദവും ഗന്ധവും എല്ലാം ലഭിക്കുമായിരുന്നു. ഒരു ദിവസം ആ പക്ഷി ഇങ്ങനെ ഉയരത്തിലൂടെ പറക്കുന്ന സമയത്ത് താഴെ ഭൂമിയിലൂടെ ഒരു കാളവണ്ടിക്കാരൻ പോകുന്നത് കണ്ടു. ആ വണ്ടിയിൽ എന്തായിരുന്നു, ചാക്കുകളിലായിട്ട് ചിതലുകൾ നിറച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വണ്ടിക്കാരൻ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ഒരു ചിതലെടുത്തോളൂ, 2 ചിതലെടുത്ത് ഒരു തൂവൽ തന്നോളൂ എന്ന് വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ പക്ഷിക്ക് എന്താണ്, ആ ചിതല് കഴിക്കാനൊരു ഇഷ്ടം തോന്നി, ഒരു ആഗ്രഹം തോന്നി. സാധാരണയായിട്ട് ഉയരങ്ങളിലൂടെ പറക്കുന്ന പക്ഷികൾ എന്താണ് കഴിക്കാറ്, ആ വായുവിലൂടെ പറന്ന് കളിക്കുന്ന പ്രാണികളെ പിടിച്ചിട്ടാണ് അവരുടെ വിശപ്പ് അകറ്റാറ് ചെയ്യാറ് അല്ലെ. അപ്പൊ താഴെ ഇങ്ങനെ ഭൂമിയിലൂടെ ഇങ്ങനെ ചിതല് കൊണ്ട് ഒരു കാളവണ്ടിക്കാരൻ പോകുന്നത് കണ്ടപ്പോൾ ആ പക്ഷിക്ക് ഇതൊരു വളരെയധികം ഒരു സൗകര്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇനി എന്നും താഴെ പോയിട്ട് ഇങ്ങനെ തൂവല് കൊടുത്ത് ചിതല് കഴിക്കാമെന്ന ഒരു ആഗ്രഹമുണ്ടായി. ആ പക്ഷി അങ്ങനെ എന്താണ്, എന്നും ചിതല് വാങ്ങും, തൂവല് കൊടുത്തിട്ട് എന്താണ്, ആ തൂവല് പറിച്ചെടുക്കാൻ ആ പക്ഷിക്ക് കുറച്ചൊക്കെ ഫസ്റ്റ് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ചിതല് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ആ വേദനയൊക്കെ എന്താണ് പക്ഷി സഹിച്ചു. ഇങ്ങനെ പക്ഷി എന്താണ് ചിതല് വാങ്ങി കഴിക്കുന്നത് ഒരു ദിവസം പക്ഷിയുടെ അച്ഛൻ കണ്ടു. പക്ഷിയെ ഒരുപാട് ഉപദേശിച്ചു. പക്ഷെ പക്ഷി അഹങ്കാരത്തോടെ എന്താണ് മുഖം തിരിക്കുകയാണ് ഉണ്ടായത്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. लेकिन उस नौजवान पक्षी ने बड़े ही गर्व से अपना मुख दूसरी ओर कर लिया. लेकिन പക്ഷേ ഉസ് നൗജവാൻ പക്ഷീനെ, ആ യുവാവായ പക്ഷി, ബഡേ ഹി ഗർവ് സെ, വളരെ അഹങ്കാരത്തോടു കൂടെ, അപ്പിന്നാ മുഖ്, തന്റെ മുഖം, ദൂസരി ഓർ കർലിയ, മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചു. അച്ഛൻ ഉപദേശിച്ച സമയത്ത് ആ പക്ഷി എന്ത് ചെയ്തു, വളരെ അഹങ്കാരത്തോടെ തന്റെ മുഖം തിരിച്ചു. ഉസെ ജമീൻ പർ ഉദർ കർ ദീമക്കെ ഗാനെ കി ചട് ലഗ് ഗയി ദി, അവൻ താഴെ ഇറങ്ങിയിട്ട് ആ എന്താണ് ചിതൽ കഴിക്കുന്നതിൽ രസം പിടിച്ചിരുന്നു, രസം തോന്നിയിരുന്നു. അബു ഉസേനത്തോ ദൂസരെ കീടെ അച്ചേലെത്തി, ഇപ്പോൾ അവനെന്താണ്, ആ വായുവിലൂടെ പറന്ന് കളിക്കുന്ന ആ പ്രാണികളെ, കീടങ്ങളൊന്നും നല്ലതായിട്ട് തോന്നുന്നില്ല. നഫൽ, പഴങ്ങളോ, അനാജിക്കെ ധാന്യങ്ങളും അത്ര വലിയ ടേസ്റ്റ് ആയിട്ട് അവന് തോന്നുന്നില്ല. കാരണം ചിതൽ കഴിച്ചപ്പോൾ അവൻ അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് തോന്നി തുടങ്ങിയപ്പോൾ അവന്റെ സ്വാഭാവിക ആഹാരമായ പ്രാണികളെ ഒന്നും അവനെന്താണ് ഇഷ്ടപ്പെടുന്നില്ല. ദീമക്കോം കാ ഷൗക്ക് അബ് ഉസ് പർ ഹാവി ഹോ ഗയാദ, ചിതലുകളോടുള്ള അവന്റെ ആ താല്പര്യം ഇപ്പോൾ അവനെ കീഴടക്കിയിരിക്കുന്നു. അവൻ ഇനി ചിതൽ മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് അവന്റെ മനസ്സിനെ അവൻ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ലേക്കിൻ ഐസാ കിത്തിനോ ദിനോം തക് ചൽത്ത, അങ്ങനെ എത്ര നാൾ നടക്കും. ഉസ്കെ പങ്കോം കി സംഖ്യ ലഗാതാർ ഗഡ്തി ചലി ഗയി, അവന്റെ തൂവലുകളുടെ സംഖ്യ, എണ്ണം എന്താണ് നിരന്തരം കുറഞ്ഞു വന്നു. അബ് വഹ് ഊഞ്ചായിയോം പോർ, ഇപ്പോൾ അവന് ഉയരങ്ങളിലൂടെ അപ്പിനാ സന്തുലൻ സാധനഹി സക്താർ, തന്റെ സന്തുലിതാവസ്ഥ സാധ്യമാക്കാൻ കഴിയുന്നില്ല, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. കാരണം അത് പറഞ്ഞ എന്താണ്, അവന്റെ പക്ഷികളുടെ സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞാൽ പറക്കുകയാണ്. ആ പക്ഷിക്ക് എന്താണ് ചിറകിങ്ങനെ എടുത്തു കൊടുക്കുന്നത് കാരണം പറക്കാൻ സാധിക്കുന്നില്ല. വഹ് ബഹുത്ത് സമയ തക് ന ബഹുത്ത് സമയ തക് പങ്കു സെ സഹാര ദേ സക്തേ ദേ, അവനെ പറക്കാൻ അവന്റെ ചിറകുകൾ വളരെ സമയം വരെ എന്താണ് സഹായിക്കുന്നില്ല. ആകാശ് യാത്രാക്കെ ദൗറാൻ, ആകാശയാത്രക്കിടയിൽ, ഉസെ ജൽദി ജൽദി പഹാടി ചട്ടാനോ, അവൻ ആകാശത്തിലൂടെ അങ്ങനെ പറക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, പെട്ടെന്ന് പർവ്വതത്തിന്റെ പാറക്കെട്ടുകളിൽ, പഹാടി ചട്ടാനും പർവ്വതത്തിന്റെ പാറക്കെട്ടുകളിലും, പഹാഡോം കി ചോട്ടിയോ പേടോം കി ചോട്ടിയോ, മരങ്ങൾ ഉയരങ്ങളിൽ അല്ലെ, ഉയരത്തിലുള്ള മരങ്ങളുടെ മുകളിലും, ഗുബന്തോം ഔർ ബുർജോം പർ ഹാഫ്തേ ഹുയെ ബൈട്ട് ജാന പടുത്താം, മിനാരങ്ങളിലും മേൽക്കൂരകളിലൊക്കെ എന്താണ്, വീടുകളുടെ മേൽക്കൂരകളിലൊക്കെ അവൻ പോയിരിക്കാൻ തുടങ്ങി. കിതച്ചുകൊണ്ട്, ഹാഫ്തേ ഹുയെ കിതച്ചുകൊണ്ട്, ബൈട്ട് ജാന പടുത്ത, അവന് പോയിരിക്കേണ്ടി വന്നു. കാരണം ചിതല് കഴിക്കാൻ വേണ്ടിയിട്ട് തൂവലൊക്കെ പറിച്ചു കൊടുത്തത് കാരണം അവനിപ്പോ പറക്കാൻ സാധിക്കുന്നില്ല. അവന്റെ സന്തുലിതാവസ്ഥ അവനെ സഹായിക്കുന്നില്ല, നിയന്ത്രിക്കുന്നില്ല. ഉസ്കെ പരിവാർ വാലെ, അവന്റെ കുടുംബക്കാരും,
തഥാ മിത്ര കൂട്ടുകാരും ഊഞ്ചായിയോം പർ വളരെ ഉയരത്തിലൂടെ തൈർത്തേ ഹുയെ പറന്നുകൊണ്ട് ആകെ ബഡ്ജാത്ത ഹെ മുന്നോട്ട് പോകുന്നു, മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ബഹുത്ത് പിച്ചഡ് ജാത്ത അവൻ വളരെ പിന്നോക്കമായി കൊണ്ടിരിക്കുന്നു. ഫിർ ബി എന്നിട്ടും ദീമക് ഗാനി കാ ഷൗക്ക് ചിതൽ കഴിക്കാനുള്ള അവന്റെ ആഗ്രഹം കം നഹീം ഹുവ കുറഞ്ഞു വന്നില്ല. ദീമക്കോം കേലിയെ ഗാഡി വാലേക്കോ ചിതൽ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഗാഡി വാലേക്കോ വണ്ടിക്കാരന് വഹ് അപ്പിനെ പങ്ക് തോടുകർ ദേത്താരഹ പക്ഷി എന്ത് ചെയ്തു, തന്റെ ചിറകുകൾ തന്റെ തൂവലുകൾ ഇങ്ങനെ പറിച്ചു കൊടുക്കാൻ തുടങ്ങി. ഫിർ ഉസ്നെ സോച്ചാക്കി പിന്നീട് അവൻ ചിന്തിക്കാൻ തുടങ്ങി. ആസ്മാൻ മേ ഉഡിനാഹി ഫിസൂൽ ഹെ ആകാശത്തിലൂടെ ഇങ്ങനെ ഉയരത്തിലൂടെ പറക്കുന്നത് വെറുതെയാണ്. വഹ് മൂർക്കോം കാ കാം ഹെ അത് വിഡ്ഢികളുടെ ജോലിയാണ്. ആകാശത്തിലൂടെ പറന്നിട്ട് ഒന്നും കിട്ടാനില്ല, അതിലൂടെ പറക്കുന്നത് വെറുതെയാണ്, അത് വിഡ്ഢികളുടെ ജോലിയാണ്, പ്രവൃത്തിയാണെന്ന് അവൻ മനസ്സിൽ ചിന്തിക്കണം. ഉസ്കി ഹാലത്ത് യഹ്ദീക്കി അവന്റെ ആ പക്ഷിയുടെ അവസ്ഥ ഇതായിരുന്നു. അബ് വഹ് ആസ്മാൻ മേ ഉഡ്ഹി നെഹി സക്ത ഇപ്പോൾ അതിന് ആകാശത്തിലൂടെ പറക്കാൻ കഴിയുന്നില്ല. കാരണം അതിന്റെ ചിറകുകളെല്ലാം അത് ചിതൽ കഴിക്കുന്നതിന് വേണ്ടി ആ വണ്ടിക്കാരനെ എടുത്തു കൊടുത്തു കഴിഞ്ഞു. വഹ് സിർഫ് അവന് കേവലം ഏക്ക് പേട് സേ ഉടുക്കർ ഒരു മരത്തിൽ നിന്ന് പറന്നിട്ട് ദൂസരെ പേട് തക്ക് മറ്റൊരു മരം വരെ പഹുഞ്ചി ചാത്താപ്പ് എത്തിച്ചേരാൻ മാത്രമേ കഴിയുന്നുള്ളൂ. പറക്കാൻ കഴിയുന്നില്ല, ഒരു മരത്തിൽ നിന്ന് ചാടിയിട്ട് മറ്റൊരു മരത്തിലേക്ക് എത്താൻ മാത്രമേ ആ പക്ഷിക്ക് ഇപ്പോൾ കഴിയുന്നുള്ളൂ. ധീരെ ധീരെ ഉസ്കിയ ശക്തി പതുക്കെ പതുക്കെ ആ പക്ഷിയുടെ ഈ ശക്തിയും കം ഹോത്തി ഗൈ കുറഞ്ഞു വന്നു. ഔർ ഏക് സമയഹ് ആയ ഇങ്ങനൊരു സമയം വന്നു. ജബ് വഹ് ബഡി മുഷ്കിൽ സേ ആ സമയത്ത് ആ പക്ഷി എന്താണ് വളരെ ബുദ്ധിമുട്ടോടുകൂടെ പേടിക്കേക്ക് ഡാൽ സെ മരത്തിന്റെ ഒരു കൊമ്പിൽ നിന്ന് ദൂസരി ഡാൽ പർ മറ്റൊരു കൊമ്പിലേക്ക് ചൽക്കർ ചാടിയിട്ട് ഫൂദ്കർ ചൽക്കർ നടന്നിട്ട് ഫൂദ്കർ ചാടിയിട്ട് പഹുഞ്ചിത്ത എത്തിച്ചേരുന്നു. അപ്പോൾ വളരെ ഉയരത്തിലൂടെ പറന്നിരുന്ന പക്ഷിയാണ് ഇപ്പോൾ ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടിയിട്ട് ഇങ്ങനെ പറക്കാൻ കഴിയുന്നില്ല. അത്രയും എന്താണ് ദയനീയമായ അവസ്ഥയായി പക്ഷിക്ക്. ലേക്കിൻ എന്നാലും ദീമക് ഗാനേക്ക ഷൗക്ക് നഹീൻ ചൂട്ട ചിതൽ കഴിക്കാനുള്ള ആഗ്രഹം ഈ പക്ഷി ഉപേക്ഷിച്ചില്ല. ബീച്ച് ബീച്ച് മേ ഗാഡി വാല ബുത്താ ദേ ജാത്താ ഹെ ബീച്ച് ബീച്ച് മേം ഇടയ്ക്കിടയ്ക്ക് ഗാഡി വാല വണ്ടിക്കാരൻ ബുത്താ ദേ ജാത്താ ഹെ ആ പക്ഷിയെ എന്താണ് കബളിപ്പിച്ചു കൊണ്ടിരുന്നു. വഹ് കഹി നസർ മേൻ ആയ എവിടെയും എന്താണ് ഈ പക്ഷിയുടെ മുന്നിലേക്ക് വണ്ടിക്കാരൻ വരുന്നില്ല. പക്ഷി ഉസ്കെ ഇന്തസാർ മേ ഗുൽത്താ രഹ്ത പക്ഷി എന്താണ് ഈ വണ്ടിക്കാരനെയും കാത്തിരുന്ന് ഉരുക്കി തീരാൻ തുടങ്ങി. ലേക്കിൻ ദീമക്കോം കാ ഷൗക്ക് ജോ ഉസേദാ എന്നാൽ എന്താണ് ചിതൽ കഴിക്കാനുള്ള അത്യധികമായ ആഗ്രഹമുണ്ടായിരുന്നു. ഉസ്നെ സോച്ച ആ പക്ഷി ചിന്തിച്ചു. മേ ഗുദ് ദീമക്കേൻ ടൂട്ടും ഞാൻ സ്വയം ചിതൽ അന്വേഷിച്ച് കണ്ടെത്തും. ഇസ്ലിയെ വഹ് പേട് പർസെ അതുകൊണ്ട് ആ പക്ഷി മരത്തിൽ നിന്ന് ഉദർക്കർ ജമീൻ പറായ എവിടെത്തി താഴേക്ക് ഇറങ്ങി. ഔർ ഗാസ് കേക്ക് ലഹ്രാത്തെ ഗുച്ചെ മേ സിമട്ട് കർ ബൈട്ട് ഗയാ ഗാസ് കെ പുല്ലിന്റെ ലഹിരാത്തെ ഹുച്ചേമേം ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടത്തിൽ എന്താണ് സിമട്ടിക്കർ ബൈട്ടുകൾ ചുരുണ്ടുകൂടിയിരുന്നു. ഫിർ ഏക് ദിൻ പിന്നീട് ഒരു ദിവസം ഉസ് പക്ഷി കെ ജി മേം ആ പക്ഷിയുടെ മനസ്സിൽ ജി മേ മനസ്സിൽ ന മാലും ക്യാ ആയ എന്താണ് വന്നത്, എന്ത് ചിന്തയാണെന്ന് വന്നതെന്ന് അറിയില്ല. വഹ് ഗൂബ് മേഹനത്ത് സെ ആ പക്ഷി വളരെ പരിശ്രമത്തോടു കൂടെ ജമീൻ മേം സെ ഭൂമിയിൽ നിന്ന് ദീമക്കേൻ ചുൻ ചുൻകർ ചിതലുകൾ തിരഞ്ഞെടുത്തിട്ട് ഗാനേക്കെ പജായ് എന്താണ് ഗാനേക്കെ പജായ് കഴിക്കുന്നതിന് പകരം എന്ത് ചെയ്തു, ഉനെ ഇക്കട്ടാ കർണയിലേക്ക് അതെല്ലാം ശേഖരിച്ചു വെച്ചു. അബ് ഉസ്കെ പാസ് ഇപ്പോ ആ പക്ഷിയുടെ അടുത്ത് ദീമക്കോം കേട്ടേർ ഹോകയെ ചിതലെന്താണ് അത്രയും കുന്നുകൂടി കിടക്കുകയാണ്, അത്രയും ചിതലുകളായി മാറി. ഫിർ ഏക് ദിൻ ഏകായേക്ക് പിന്നീട് ഒരു ദിവസം എന്താണ് പെട്ടെന്ന് വഹ് ഗാഡി വാല ദിഖായി ദിയ ആ വണ്ടിക്കാരനെ കാണപ്പെട്ടു. പക്ഷിക്കോ ബഡി ഖുഷി ഹുയി ആ പക്ഷിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഉസ്നെ പുകാർ കർ കഹ പക്ഷി ആ വണ്ടിക്കാരനെ വിളിച്ചിട്ട് പറയാണ്, ഗാഡി വാലെ ഓ ഗാഡി വാലെ മേ കബ്സെ തുമാര ഇന്തസാർ കർ രഹാദ ഞാൻ എത്ര ദിവസമായി തുമാര ഇന്തസാർ കഹ രഹാദ നിങ്ങളെ കാത്തിരിക്കുന്നു, പ്രതീക്ഷിച്ചിരിക്കുന്നു. പഹ്ചാനി ആവാസ് സുൻകർ പരിചിതമായ ശബ്ദം കേട്ടിട്ട് ആ പരിചിതമായ ശബ്ദം കേട്ടിട്ട് ഗാഡി വാല രുക്കുകയ വണ്ടിക്കാരൻ വണ്ടി നിർത്തി.
തബ് പക്ഷിനെ കഹ, അപ്പോൾ പക്ഷി പറഞ്ഞു, ദേക്കോ നോക്കൂ, മേംനെ കിതനി സാരി ദീമക്കെ ജമാ കർ ലീ, ഞാൻ എത്ര ചിതലുകളാണ് ശേഖരിച്ചു വെച്ചിട്ടുള്ളത്. ഗാഡി വേലേക്കോ പക്ഷി കി ബാത്ത് സമജ് മേ നഹി ആയി, വണ്ടിക്കാരന് പക്ഷി പറഞ്ഞത് എന്താണെന്ന് ആ പറഞ്ഞ കാര്യം മനസ്സിലായില്ല. ഉസ്നെ സിർഫ് ഇത്ന കഹ, അതേ ഇത്ര മാത്രം പറഞ്ഞു. തോ മേ ക്യാ കരോ, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ചിതൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യേ മേരി ദീമക്കെ ലേലോ, നിങ്ങൾ എന്റെ ഈ ചിതൽ എടുത്തോളൂ. അവർ മേരെ പങ്ക് മുജെ വാപ്പസ് കർദോ, എന്റെ ചിറക് എനിക്ക് തിരിച്ചു തരൂ, എന്റെ തൂവൽ എനിക്ക് തിരിച്ചു തരൂ. പക്ഷിനെ ജവാബ് ദിയ, പക്ഷി മറുപടി നൽകി. ഗാഡിവാല ടട്ടാക്കർ ഹംസ് പട, ആ വണ്ടിക്കാരൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കഹ പറഞ്ഞു, ബേ വക്കൂഫ് എ വിഡ്ഡി, മേ ദീമകെ ബദലെ, ഞാൻ ചിതലിന് പകരം പങ്കിലേത്താഹും, ചിറകാണ് എടുക്കുന്നത്. പങ്കക്കെ ബദലെ ദീമക്ക് നഹീം, ചിറകിന് പകരം ഒരിക്കലും ചിതൽ ഞാൻ വാങ്ങാറില്ല. ഞാന് തൂവൽ വാങ്ങിയിട്ട് ചിതൽ തിരിച്ചു കൊടുക്കാറാണ് ചെയ്യാറ്, അല്ലാതെ തൂവൽ തിരിച്ചു തന്ന് ചിതൽ വാങ്ങാറില്ല എന്ന് ആര് പറഞ്ഞു? ഈ പക്ഷി പറഞ്ഞു. ഒരു പക്ഷിയല്ല, ആ വണ്ടിക്കാരൻ പറഞ്ഞു. ഗാഡിവാലിനെ പങ്ക് ശബ്ദ പർ ബഹുത് ജോർ ദിയാത, വണ്ടിക്കാരൻ പങ്ക് എന്ന ശബ്ദം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പോയി. ഗാഡിവാല ചലാഗയ, വണ്ടിക്കാരൻ പോയി, വണ്ടി ഓടിച്ചു പോയി. പക്ഷി ചഡ് പടാക്കർ രഹുകയ, അങ്ങനെ പക്ഷി അവിടെ കിടന്ന് പിടഞ്ഞു പോയി. ചഡ് പടാക്കർ, അവിടെ കിടന്ന് പിടഞ്ഞു. ഏകദിനേക്ക് കാലി ബില്ലിയായി, ഒരു ദിവസം ഒരു കറുത്ത പൂച്ച വന്നു. ഔർ അപ്പിനെ മുഹമേംസെ, ആ പൂച്ച തന്റെ വായില് ഉസെ ദബാർക്കർ, ആ പക്ഷിയെ എന്താണ് കടിച്ചു പിടിച്ച് ചലികൈ ഓടിപ്പോയി. തബൂസ് പക്ഷി കാ ഗൂൻ, അപ്പോൾ ആ പക്ഷിയുടെ രക്തം ഗൂൻ എന്ന് പറഞ്ഞ രക്തം, ടപ്പക്ക് ടപ്പക്ക് കർ, ഉറ്റി ഉറ്റി വീണിട്ട് ജമീൻ പർ, ഭൂമിയില് ബൂന്തോം കി ലക്കീർ, രക്തത്തിന്റെ തുള്ളികൾ കൊണ്ട് ഒരു വര എന്താണ് ബനാരഹാദ, തീർത്തിരുന്നു. ആ പൂച്ച ആ പക്ഷിയും കടിച്ചു പിടിച്ചിങ്ങനെ ഓടിപ്പോകുന്ന സമയത്ത് അതിൽ നിന്ന് ഉറ്റി വീഴുന്ന രക്തം കൊണ്ട് എന്താണ് ഭൂമിയിലെ ഒരു ലൈൻ വരച്ചിരുന്നു. അപ്പൊ ആ പക്ഷി എന്താണ് തന്റെ സ്വന്തം നിലനിൽപ്പ് നഷ്ടപ്പെടുത്തുകയാണ് ഉണ്ടായത്. കാരണം അവരുടെ സ്വാഭാവികമായ ആഹാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് ആകാശത്തിൽ നിന്ന് ഇവിടെ ഭൂമിയിലെത്തി ചിതൽ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിന്റെ സ്വാദ് കാരണം അതിനെന്താണ്, അതിന്റെ അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ ആ അസ്തിത്വം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, വീണ്ടെടുക്കാൻ വേണ്ടി പക്ഷി പരിശ്രമിച്ചു. പക്ഷേ എന്താണ്, അവസാനം അത് വിജയിച്ചില്ല. അങ്ങനെ ആ പക്ഷി എന്താണ്, അവിടെ കിടന്ന് മരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളും ഇതുപോലെയുള്ള പ്രലോഭനങ്ങളിൽ വീണിട്ട് എന്താണ്, ചതിയിൽ വീഴാറുണ്ട് അല്ലെ. പരസ്യങ്ങളൊക്കെ കണ്ട് നമ്മളെന്താണ് അതിന്റെ പിന്നാലെ പോകും, പിന്നെ അതിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും. അവസാനം നമ്മളും ഇതുപോലെ ചതിയിൽ പെടും. അതുപോലെ ഒരു ചതിയിലാണ് ഈ പക്ഷി വീണിട്ടുള്ള വണ്ടിക്കാരന്റെ ചിതൽ തരാൻ തൂവൽ തരൂ എന്ന് പറയുന്ന ആ ഒരു പരസ്യത്തിലാണ് ആര് വീണു പോയത്, ഈ പക്ഷിയും വീണു പോയത്. അവസാനം ആ പക്ഷിക്ക് തന്റെ നിലനിൽപ്പ് നഷ്ടപ്പെടുകയുണ്ടായത്. അപ്പൊ നമ്മൾ എല്ലാവരും എന്ത് കാര്യം ചെയ്യുമ്പോഴും ചിന്തിച്ച് മനസ്സുറപ്പിച്ച് വേണം ചെയ്യാൻ എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പാഠം. ഓക്കെ, താങ്ക് യു.